ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് ഉഴുന്നുദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തേടിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടനോ അനുവൊക്കെ നേരത്തെ പോയി. അനുവിന് ട്യൂഷനുള്ളതുകൊണ്ട് നേരത്തെ പോയി, അത് പിന്നെ സ്ഥിരമാണ്. അപ്പോൾ പിന്നെ ഏട്ടൻ നേരത്തെ പോയിട്ടോ. അപ്പം ഇന്ന് ചോറിന് വെള്ളം വെക്കാനായപ്പോഴത്തേക്കിനും അടുപ്പൊക്കെ കെട്ടാറി കേട്ടോ. പിന്നെ വേനൽക്കാലമില്ല, നല്ല വേനൽക്കാലമായതിനെ കൊണ്ട് എളുപ്പമുണ്ട് തീ പിടിപ്പിച്ചിട്ട്. നമ്മൾ 2 ഓലക്കൊടിയും ഇതേപോലത്തെ ഒരു സംഭവം, എന്താ പറയുക, ഇതിന് അലച്ചില കൊടുമ്പോൾ. അപ്പോൾ ഇത് വെച്ചുകൊടുത്താൽ പെട്ടെന്ന് തീ പിടിച്ചിട്ടു കേട്ടോ. പിന്നെ ഞാനിത് ഇവിടെ മടലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മഴക്കാലം ആകുമ്പോഴാണ് വിറകിന് പ്രശ്നം വരിക. പിന്നെ ഇപ്പം ഇന്ന് കാലാവസ്ഥ എന്ന് പറയുന്നത് ഇതാ നല്ല വെയിലുണ്ട്. രാവിലെ തന്നെ നല്ല വെയിലാണ്. കുറച്ച് മുന്നേ നല്ല ഒരു മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ എവിടേക്കോ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മളെ മലപ്പുറം ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു ദിവസം ചാറിപ്പോയി, അത്ര തന്നെ ഉള്ളൂ. നല്ല ചൂടാണ്. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ നമ്മുടെ കാക്കയ്ക്കുള്ള ചോറ്, വെള്ളം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാക്കേൻ്റെ ഇതാണ്. ഞാനിവിടെ ഈ മൂലക്കിലാണ് കേട്ടോ നമ്മളെ കാക്കയ്ക്കൊക്കെ വെച്ച് കൊടുക്കൽ. ആർക്കും ഉണ്ടാവില്ല നമ്മളെ പോലത്തെ ദാഹം കാര്യങ്ങളൊക്കെ. അപ്പോൾ കാക്ക എന്നല്ല എല്ലാ പിന്നെ പക്ഷികളൊക്കെ വന്ന് കുടിക്കട്ടെ. വരുന്ന പക്ഷികളൊക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടി കഴുകിയിട്ട് വെള്ളം കൊണ്ടുവയ്ക്കുക ചെയ്യുക. പിന്നെ ഈ മൂലയ്ക്കിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കാക്കകളൊക്കെ വന്ന് തിന്നും. ഇഷ്ടം പോലെ കാക്കകൾ കണ്ടില്ലേ. പട്ടിങ്ങൾക്കൊക്കെ ദാഹം മാറും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വെള്ളം കുടിക്കുക. ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന കസ്റ്റമേഴ്സുകളാണ് കണ്ടോ. പിന്നെ ഒരു അണ്ണാൻകുട്ടി ഉണ്ട്, 2-3 അണ്ണാൻകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ വരും. അപ്പോൾ ഇതാ വന്ന് കഴിക്കേണ്ട. അപ്പോൾ ഞാൻ ക്യാമറ വീഡിയോസ് എടുക്കണ കാണുമ്പോൾ അവർക്ക് എന്തോ പ്രശ്നം പോലെ ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് മാറി നിൽക്കട്ടെ. പാത്രം കുറേയൊക്കെ മോറി, പിന്നെ കുറച്ചും കൂടെയൊക്കെ മോറി വയ്ക്കാനുണ്ട്. പിന്നെ അത് ബേസിൽ ഇതേപോലെ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം അതിനെ കൊണ്ട് കാക്കകൾ വന്നുങ്ങാണ്ട് തലയിടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഞാനൊരു പലകയും കൊണ്ട് അടച്ചു വെച്ചാട്ടോ. അവർക്ക് അവിടെ വെള്ളം വെച്ച് കൊടുത്താലും പിന്നെ വെള്ളം കാണുന്നിടത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. അമ്മ എനിക്കത് ചൂടല്ലപ്പോൾ. അപ്പോൾ ഇതാ ചോറിൻ്റെ വെള്ളം അവിടെ കിടന്നുങ്ങാണ്ട് ചൂടാവട്ടെ. മോനൂസ് രാവിലെ തന്നെ നീച്ചിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് നല്ല കുട്ടിയാണ് കേട്ടോ. അവധിക്കാല പ്രവർത്തനമൊക്കെ ചെയ്യാണ്. പിന്നെ ലാസ്റ്റ് ഘട്ടമായി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അവധിക്കാല പ്രവർത്തനം. അപ്പോൾ നേരത്തെ തന്നെ ചെയ്യണം. എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ കളിക്കാൻ പറഞ്ഞയക്കില്ല അത് എഴുതാതെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുറച്ചൊക്കെ എഴുതി വെച്ചിട്ട് അവന് വേഗം കളിക്കാൻ പോകും. പിന്നെ ഇന്ന് രാവിലെ ഉഴുന്നുദോശ, കടലക്കറി ഇതൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അതാ മോനിട്ട് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അവൻ കളിക്കാൻ വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവനെ കണ്ടപ്പോൾ എൻ്റെ എഴുത്തൊക്കെ നിൽക്കും. നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഓൻ്റെ ടാബും കൊണ്ടൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. കഴിഞ്ഞു, എഴുത്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എഴുത്ത് കഴിഞ്ഞു. അപ്പം ഇനി കളിക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ ഇനി എടുത്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കണ്ട, ഇനിയിപ്പോൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് കേഴ്സീവ് ലെറ്റർ, പിന്നെ എന്താ പറയുക, ക്യാപിറ്റൽ സ്മോളും 10 പ്രാവശ്യം എഴുതാണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി നിൽക്കുകയെന്ന് ലാസ്റ്റ് ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വലിയ അർജൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാവകാശം ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാ സ്കെയില്, മായ്ക്ക റബ്ബർ ഇതൊക്കെ എടുത്ത് വയ്ക്കണം. ഇത് എൻ്റെ ചേച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത സ്കെയിലാണ്. എന്താ പറയുക, നമ്മുടെ ഇതിൽ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കെയിലാണ് കേട്ടോ. പസിൽസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അങ്ങനെ കുറേ നേരം പോക്കിൻ്റെ ഒരു സംഭവമാണ്. അത് എൻ്റെ ചേച്ചി കൊടുത്തിട്ടുള്ളതാണ്, ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും കറി ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കുക്കറിൽ കടലക്കറി ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇതാ ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്. പിന്നെ ഏട്ടന് പിന്നെ എന്താ പറയുക, ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ കുറച്ച് മുരിങ്ങേൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉപ്പേരി വെച്ചു. അപ്പോൾ ഏട്ടന് മുരിങ്ങേൻ്റെ ഉപ്പേരിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഏട്ടന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് പപ്പടം ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ വീതനമ്മ തന്നെ വെക്കണതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചൂട് തട്ടിയാലൊന്ന് ക്രിസ്പി ആയി കിട്ടും. എന്നിട്ട് കവറിലേക്ക് ഞാൻ കെട്ടി വെക്കലാണ് പതിവ് കേട്ടോ. അപ്പോൾ ഈ പപ്പടം ചുട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോയപ്പോൾ വെയിലിന് കുറച്ച് ആക്കണ്ട് കേട്ടോ. ഞാൻ തുണി പിന്നെ തിരുമ്പിയിട്ടില്ല. അപ്പോൾ വെയിൽ കാരണമാണ്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്. ഒരു മഴക്കാറിൻ്റെ ഒക്കെ ഒരു ശാല അവിടെയും ഇവിടെയൊക്കെ കാണാണ്ട് കേട്ടോ. മഴ പെയ്യുമെന്ന് വിചാരിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതാ ഞാൻ ഇന്നലെ ചാണം തേച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ ചാണം തേച്ചപ്പോൾ കുട്ടികളാണോന്ന് അറിയില്ല, അതാകെ ചവിട്ടി എരപ്പാക്കിയിട്ടുണ്ട്, പൊടിയാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ടതായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളിനി സ്കൂൾ തുറക്കോള് പോലെ പൊട്ടിത്തെറുപ്പല്ലേ.
പിന്നെ അതുമല്ല മുറ്റത്തൊക്കെ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കും തേച്ചിട്ടില്ല കേട്ടോ. ഒന്നാമത് നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമവും കാര്യങ്ങളും അങ്ങനെയൊക്കെ, അതുകൊണ്ടൊക്കെയാണ്. വീഡിയോസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട്. കാരണം എൻ്റെ ചാനൽ 3 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ 1007 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ, വാച്ച് അവർ വേണം, 4000 വാച്ച് അവർ വേണം. പക്ഷെ അതായിട്ടില്ല. ഇനി അതിലേക്കുള്ളൊരു യാത്രയാണ് ഞാൻ. അതായി കിട്ടണം. അതും കൂടി ആയ മാത്രമേ എനിക്ക് എന്താ പറയുക ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.